അതിർത്തിയിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന സംഘർഷം അതീവ രൂക്ഷമായതോടുകൂടി തന്നെ ഇപ്പോൾ പരസ്യ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഭരണകൂടം തങ്ങളുടെ ക്ഷമ നശിച്ചുവെന്നും ഇനി യുദ്ധമല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നതാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇവിടെ അലമുറയിടുന്ന പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമ്പൂർണ്ണ യുദ്ധമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുദ്ധത്തിന് മധ്യസ്ഥത പറയാൻ പാകിസ്ഥാനോടൊപ്പം തന്നെ നിൽക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവിടെ ഓടിയെത്തുമോ എന്നതാണ് ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നതും. ഇതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ആകട്ടെ തന്റെ പ്രസ്താവന പുറത്തിറക്കിയത്. എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് യുദ്ധം പ്രഖ്യാപിച്ചതും. ഞങ്ങളുടെ ക്ഷമ നശിച്ചിരിക്കുന്നു, ഇനി നിങ്ങൾക്കെതിരെ നേരിട്ടുള്ള യുദ്ധമാണ് നടക്കുന്നത്. ഇതോടുകൂടി തന്നെ ഇപ്പോൾ ഖത്തറിൽ നിന്നും അവിടെ നിന്നുകൊണ്ട് മധ്യസ്ഥതയിൽ നിലനിന്നിരുന്ന വെടിനിർത്തൽ ആ ഒരു കരാറാകട്ടെ അത് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് എന്നതാണ് വാസ്തവം. ഇന്ന് പുലർച്ചെ അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായ കാബൂളിലും അതുപോലെ തന്നെ താലിബാന്റെ ശക്തി കേന്ദ്രമായ കാണ്ഡഹാറിലും പാകിസ്ഥാൻ ആകട്ടെ ശക്തമായ വ്യോമാക്രമണം നടത്തിയതായി തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതോടെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഭരണകൂടം രണ്ടും കൽപ്പിച്ച് രംഗത്തുള്ളത്. മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ താലിബാൻ സൈന്യം പാക് അതിർത്തി പോസ്റ്റുകൾ അതിന് പ്രതികാരമായാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഈ ഒരു പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നതും. കാബൂളിൽ 3 ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കാബൂൾ, കാണ്ഡഹാർ അതേപോലെ തന്നെ പക്തിയ പ്രവിശ്യയിലെ താലിബാന്റെ പ്രധാന സൈനിക താവളത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വ്യോമാക്രമണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാക് സേന വലിയ ആക്രമണങ്ങൾ ലക്ഷ്യമിട്ടിരുന്നത്. ആക്രമണത്തിൽ താലിബാന്റെ 2 ബ്രിഗേഡ് ആസ്ഥാനങ്ങളും ഒരു കോർപ്പ് ആസ്ഥാനം അടക്കം തകർന്നതായി തന്നെ പാക് ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാണ്ഡഹാറിലെ താലിബാന്റെ ആയുധപ്പുരകളും അതുപോലെ ലോജിസ്റ്റിക്കൽ സേവനങ്ങളും അത് തകർത്തതായാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. എന്നാൽ ജനവാസ മേഖലയാണ് കൂടുതലായി തന്നെ പാകിസ്ഥാൻ ബോംബിട്ടതെന്നതാണ് ഇപ്പോൾ പക്തിയിലെ അഭയാർത്ഥി ക്യാമ്പിൽ വീണ ഒരു ഷെല്ല്, അതായത് ഒരു മോട്ടോർ ഷെല്ലാകട്ടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും അടക്കം നിരവധി പേർക്കും പരിക്കേറ്റതായി തന്നെ ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം കഴിഞ്ഞ ഞായറാഴ്ചയാകട്ടെ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിന് മറുപടിയായി തന്നെ വ്യാഴാഴ്ച രാത്രിയോടുകൂടി പാക് അതിർത്തിയിൽ ആക്രമണം നടന്നിരുന്നു. ഡസൻ കണക്കിന് പാക് സൈനികരെ വധിച്ചതായും അതേപോലെ തന്നെ 10ഓളം അതിർത്തി പോസ്റ്റുകൾ പിടിച്ചെടുത്തതായും തന്നെ അഫ്ഗാൻ സൈന്യമാകട്ടെ അവകാശപ്പെടുകയാണ് ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഓപ്പറേഷൻ ഗസാബ് ഇൽ ഹഖ് എന്ന പേരിൽ പാകിസ്ഥാൻ വൻ സൈനിക നീക്കം ആരംഭിച്ചിരിക്കുന്നത്. തങ്ങളുടെ സൈനികർ കൊല്ലപ്പെട്ട് എന്നത് താലിബാന്റെ വാദം പൂർണ്ണമായും തള്ളിയ പാകിസ്ഥാൻ അവിടെ അനാവശ്യമായ പ്രകോപനത്തിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അതിർത്തി അടച്ചതോടുകൂടി തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം പോലും ഇവിടെ പൂർണ്ണമായും നിലയ്ക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.